തിരുവനന്തപുരം ശ്രീകാര്യത്ത് ആർഎസ്എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് ബിജെപി ഹർത്താൽ. ഇന്നലെ രാത്രിയാണ് ആർഎസ്എസ് കാര്യവാഹകനായ രാജേഷിന് വെട്ടേറ്റത്. കൈക്കും കാലിനും ഗുരുതരമായി വെട്ടേറ്റ രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആർഎസ്എസ് ശാഖ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് രാജേഷിന് നേരെ ആക്രമണമുണ്ടായത്. കടയിൽ സാധനം വാങ്ങാൻ കയറിയ രാജേഷിനെ ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു. രാജേഷിന്റെ കൈപ്പത്തിക്കാണ് ആദ്യം വെട്ടേറ്റത്. തുടർന്ന് മുഖത്തും കയ്യിലും കാലിലും വെട്ടുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രാജേഷിനെ ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 17ലധികം പേർ ആക്രമി സംഘത്തിലുണ്ടായിരുന്നതായാണ് വിവരം. കൊലപാതകത്തിന് പിന്നിൽ CPM ആണെന്ന് BJP ആരോപിച്ചു. ഇത് CPMന്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. AKG സെന്റർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗൂണ്ട ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ള കൊലപാതകമാണ്. ഇത് കോടിയേരി ബാലകൃഷ്ണനും P. ജയരാജനും കാരായി രാജനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ആസൂത്രണം ചെയ്ത തിരുവനന്തപുരത്ത് നടക്കുന്ന കലാപത്തിന്റെ അവസാനത്തെ ഇരയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജേഷ്. ഇതിനെതിരെ കേരള മനസാക്ഷി അതിശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് BJP അഭ്യർത്ഥിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സർക്കാർ സ്പോൺസേഡ് ആക്രമണമാണ് ഇപ്പോൾ നടന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സർക്കാർ സ്പോൺസേഡ് ഒരു അക്രമ പ്രവർത്തനങ്ങളാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരുപക്ഷെ സർക്കാരിൽ സ്വാധീനമുള്ളവരാണ്, രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളവരാണ്, CPMന്റെ നേതാക്കന്മാരാണ്. അവർക്ക് എന്തും എങ്ങനെയും ഇവിടെ പ്രവർത്തിക്കാമെന്നും കൊലപാതകങ്ങൾ അഴിച്ചുവിടാമെന്നുള്ളൊരവസ്ഥ ഇവിടെ ഉണ്ടായിത്തീർന്നിരിക്കുന്നു. ഇതിനെ ലഘൂകരിച്ച് കാണാൻ സാധ്യമല്ല. എന്നാൽ RSS പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ CPMന് യാതൊരു ബന്ധവുമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലായി തലസ്ഥാനത്ത് തുടരുന്ന CPM BJP ആക്രമണത്തിന് തുടർച്ചയായാണ് കൊലപാതകമെന്നാണ് സൂചന. ആക്രമണ സംഭവത്തെ തുടർന്ന് CPM BJP പാർട്ടി ഓഫീസുകൾക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.